നിങ്ങളുടെ മകൻ എന്ന് പറയുന്നവനെ കാണാനില്ല എന്നല്ലേ? മോനെന്ന് പറഞ്ഞവനല്ല, മോൻ തന്നെയാ. എന്റെ മോൻ ഷാനു സുലൈമാൻ. അവനെ കാണാൻ ഞാൻ പോവില്ല. അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറയുന്ന എനിക്ക് കേൾക്കണ്ടെന്ന് ഞാനും പറഞ്ഞില്ലേ? അവള് പറയട്ടെ, പൂജ വിളിക്കവളെ. അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത്. അത് ശരി. അപ്പൊ എന്റെ മോനെ കൊന്നത് നീയല്ലേ? നീ എന്തിനാ ഇപ്പൊ ഞെട്ടിയത്? ആ മതി, എനിക്ക് ഇത്രയും മാത്രം കണ്ടാ മതി. നിന്റെ ഈ ഞെട്ടല് കാണാനാ ഞാൻ ഇത്രയും നേരം കാത്തുനിന്നത്. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു. പൂജയെ സ്വന്തമാക്കാൻ നീ ഷാനുവിനെ കൊന്നു. നിങ്ങൾ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നോക്കിക്കോ, വെറുതെ വിടത്തില്ല നിന്നെയൊക്കെ. അല്ല, നീ നിന്നെ ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ. നിന്റെ ഭാര്യ കാരണം ഈ വീട് ഓരോ ദിവസം കഴിയുന്തോറും തകർന്നുകൊണ്ടിരിക്കുക. അതിന് അവൾ എന്ത് ചെയ്തെന്നാ? അവളൊന്നും ചെയ്തിട്ടില്ലേ? അവൾ ഈ വീട്ടിൽ വന്നു കയറിയതിന് ശേഷമല്ലേ ഈ അലവലാതി കടപ്പുറത്തുകാരൊക്കെ ഇവിടെ കയറി നിരങ്ങാൻ തുടങ്ങിയത്. ചെമ്പകശ്ശേരി തറവാട്ടിന്റെ ചരിത്രത്തില് ഇതിനു മുൻപ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പനപ്പൂപ്പമാരായിട്ട് നാട് ഭരിച്ച പ്രമാണിമാരാ. ആരെങ്കിലും അറിഞ്ഞ പോയില്ലേ ഈ കുടുംബത്തിന്റെ മാനം? നീ അവളെ താലി കെട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്? എന്താ അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറ്റും. ഈ സംഭവിച്ചതിനൊന്നും പൂജ ഉത്തരവാദിയല്ല. പിന്നെ നീയാണോ ഉത്തരവാദി? അതെ.